ഹലോ ഗായ്സ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കുഞ്ഞ് ഉടനെ വേണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളൊരു സംശയമാണ്, ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും കണ്ടുവരുന്ന സംശയമാണ് നെക്സ്റ്റ് ബേബിക്ക് നമ്മൾ എപ്പോഴാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ സംശയിക്കുന്നവർക്കും അത്രക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ റിലേറ്റഡ് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് വേഗം തന്നെ അടുത്ത കുഞ്ഞായി എന്നറിഞ്ഞാൽ അതൊരു കുറവായി അല്ലെങ്കിൽ ഒരു നാണക്കേടായി ചിന്തിക്കുന്നവരുടെ ഇടയ്ക്കാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടുകാരും ബന്ധുക്കാരും നമുക്ക് പ്രഗ്നൻസി അതായത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കേട്ടുവരുന്ന ക്വസ്റ്റ്യനാണ്, എന്തേ വിശേഷമൊന്നും ആയില്ലേ എന്ന്. ഈ പറയുന്ന 6 മാസത്തിനുള്ളിൽ വിശേഷം ആയില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. സോ അങ്ങനെ ചോദിക്കുന്നവരും നമ്മൾക്ക് രണ്ടാമത്തെ പ്രഗ്നൻസി 6 മാസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വേഗം വേണമായിരുന്നു എന്ന് ചോദിക്കുന്ന 2 കൂട്ടി ജനങ്ങളുണ്ട്. 2 കൂട്ടി ജനങ്ങളെന്നല്ല, അത് രണ്ടും ഒരേ കൂട്ടരാണ്. അവർ ബന്ധുക്കളാണേലും നാട്ടുകാരാണേലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. പക്ഷേ അതൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലൊരു വിഷമമായിട്ട് നിൽക്കാറുണ്ടല്ലേ. അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ദൈവം തരുന്നതല്ലേ. ഇപ്പം നമ്മുടെ ഈ ചാനലിൽ തന്നെ എത്രയോ പേര് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർ നമ്മുടെ അടുത്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ മറ്റുള്ളവർ ഈ പ്രഗ്നൻസി പോലുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് വേണ്ട. നമുക്ക് പറ്റിയ സമയം എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി ആവേണ്ടത്. പിന്നെ നമുക്ക് ദൈവം തരുന്നതല്ലേ, അത് എപ്പോൾ തന്നാലും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് അത്ര വെച്ച് താമസിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടാമത്തെ പ്രഗ്നൻസി ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി അങ്ങോട്ട് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജ് ഒരു പ്രശ്നമാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ഒരു ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് നമുക്കിത് പിന്നീട് പറ്റാത്ത ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് പോകാതെ കറക്റ്റ് ടൈം മനസ്സിലാക്കി നമ്മളത് ചെയ്യാൻ നോക്കുക. ശരിക്കും ഈ വലിയ കാലതാമസമില്ലാതെ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനെ ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കാറില്ല. അതിപ്പോൾ സെക്ഷൻ ആയാലും പ്രസവമായാലും അവരത് ഒരേ ഇതിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് കുഞ്ഞ് സെക്ഷൻ ആണെങ്കിൽ ഡോക്ടേഴ്സ് ഓൾറെഡി നമ്മളോടൊരു ടൈം പീരീഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് പ്രഗ്നൻസി എപ്പോഴാണ് പ്ലാൻ ചെയ്യേണ്ടത്, 2 years 3 years അല്ലെങ്കിൽ 1.5 years. അങ്ങനെ ഡോക്ടർ നമ്മളോട് അത് ആ സിസേറിയൻ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുൻപേ തന്നെ നമ്മളെ നോക്കിയ ഗൈനക്കോളജിസ്റ്റിന് അറിയാം നമ്മുടെ ഹെൽത്തും നമ്മുടെ യൂട്രസിൻ്റെ കണ്ടീഷനൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡോക്ടർ തന്നെ ഒരു പ്ലാനിങ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനി അഥവാ അങ്ങനെ പറഞ്ഞു തരാത്തവരാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ആവുന്ന ടൈമിന് നമുക്ക് ഈ ഒരു കാര്യം ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇത് സെക്ഷൻ ചെയ്ത ഗർഭിണികളോട് അല്ലെങ്കിൽ സെക്ഷൻ ചെയ്ത അമ്മമാരോട് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ നോർമൽ ഡെലിവറിയിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സിസേറിയൻ ചെയ്യാറ്. അതായത് നമ്മൾ നോർമൽ ഡെലിവറി ഇപ്പം നമ്മൾ ഇത്രയും നമുക്കൊരു 10 മാസം അല്ലെങ്കിൽ നമ്മളൊരു 38 വീക്സ് ടു 40 വീക്സിനുള്ളിൽ നമ്മളിത് നോർമൽ ഡെലിവറി പോലെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വരാതിരിക്കുന്ന സിറ്റുവേഷൻസ്, അതായത് ബ്ലഡ് പ്രഷർ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സിസേറിയൻ ചെയ്യുക, അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അപകടമോ കാര്യങ്ങളോ, അമ്മയ്ക്ക് ഷുഗർ കൂടുതലായിട്ട് കുഞ്ഞിന് ദോഷം വരുന്നതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ കുഞ്ഞ് മഷിയിറക്കുക, കുഞ്ഞിൻ്റെ പൊസിഷൻ മാറിക്കിടക്കുക, പ്ലാസിൻ്റെയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇങ്ങനെയൊക്കെ പെയിൻ വരാതിരിക്കുക, ഇങ്ങനെയൊക്കെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ സെക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി പോലെയല്ല. നമ്മുടെ സ്കിന്ന് തൊട്ടിട്ട് നമ്മളൊരു 7 ലെയേഴ്സ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബേബീനെ വെളിയിലെടുക്കുന്നത്. ഈ ഒരു 7 ലെയേഴ്സിൽ നമ്മൾക്കൊരു 6 ലെയേഴ്സ് നമ്മൾ സ്റ്റിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് നോർമലായിട്ട് വരാൻ വേണ്ടി നമുക്ക് ടൈം എടുക്കുന്നത് ഒരു 3 തൊട്ടിട്ട് 4 ആഴ്ച അല്ലെങ്കിൽ ഒരു മാക്സിമം 5 ആഴ്ചക്കുള്ളിൽ നമ്മുടെ ബോഡി നോർമലായി ആ കരിവുകളും കാര്യങ്ങളിലേക്കൊക്കെ വരും. എന്നാൽ നമ്മളുടെ യൂട്രസിൻ്റെ ഭിത്തിയിൽ നമ്മൾ ഇട്ടേക്കുന്ന സ്റ്റിച്ച് ഉണങ്ങാൻ ഏറെക്കുറെ ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുക എപ്പോഴും അടുത്ത പ്രഗ്നൻസി പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യരുത് സെക്ഷൻകാരെന്ന്. അതായത് ഈ മുറിവ് ഉണങ്ങുവാൻ അല്ലെങ്കിൽ ഈ സ്റ്റിച്ചേഴ്സ് ഉണങ്ങുവാൻ നമ്മൾക്ക് എടുക്കുന്നത് ഒരു 1.5 വർഷം അല്ലെങ്കിൽ 18 മാസം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവ് വേണം ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇല്ലാതാവാൻ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അത് കരിഞ്ഞു പൂർണ്ണതയിലേക്ക് എത്തുവാൻ നമ്മൾക്ക് 18 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. 18 മാസം വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 1.5 വർഷത്തോളം സമയമായി. സോ ഈ 1.5 വർഷത്തിനുള്ളിൽ വീണ്ടും ഇതേ സ്ത്രീ തന്നെ ഗർഭിണിയാകുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ
ഗർഭകാലത്ത് നമ്മുടെ യൂട്രസ് വീക്സിനനുസരിച്ച് യൂട്രസ് വലുതാകാൻ തുടങ്ങും. യൂട്രസ് വലുതാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിട്ട് വെച്ചേക്കണ ഏരിയ നമുക്ക് വലിഞ്ഞു മുറുകാൻ തുടങ്ങും. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മൾ ആ ഒരു നോർമൽ അവസ്ഥയിലാണ് നമ്മൾ സ്റ്റിച്ചിട്ടേക്കണത്. ഈ പ്രഗ്നൻസി വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ വീക്സ് കൂടുന്നതനുസരിച്ച് ബേബി വലുതാകുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റിച്ച് അല്ലെങ്കിൽ യൂട്രസ് വലുതായിക്കൊണ്ടിരിക്കും. സോ നമ്മുടെ സ്റ്റിച്ച് വലിഞ്ഞ് അത് ഗർഭകാലത്ത് അമ്മയ്ക്ക് അത്രത്തോളം പെയിൻഫുൾ ആകാനും കംഫർട്ട് അല്ലാത്ത ഒരു സോണിലേക്ക് പോകാനും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് വലിഞ്ഞത് പൊട്ടാനും നമ്മുടെ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ആകാനും അല്ലെങ്കിൽ മാസം തികയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബേബീനെ വെളിയിൽ ഇറക്കേണ്ടതായ സിറ്റുവേഷൻസും വരാറുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയും ആ ഒരു നമ്മുടെ നോർമൽ അവിടെ ആ യൂട്രസിലിട്ടേക്കുന്ന സ്റ്റിച്ചും കാര്യങ്ങളും എല്ലാം ഒന്ന് നോർമലായി യൂട്രസിന് പഴയ സ്ഥിതിയിലേക്ക് നോർമലായി വന്നതിന് ശേഷം 1.5 വർഷം അല്ലെങ്കിൽ ഒരു 1.25 വർഷം 2 വർഷത്തിനുള്ളിൽ ഈ 1.5 തൊട്ടിട്ട് മുന്നോട്ട് എപ്പം നമ്മൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്താലും നമുക്കിപ്പോൾ നമ്മൾ 1.5 വർഷം കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻ്റ് ആയെങ്കിൽ പിന്നെയും നമുക്ക് സമയം കിട്ടുന്നുണ്ട് ഒരു 10 മാസം കൂടി. ആ 10 മാസം കൊണ്ട് അത് ഓൾമോസ്റ്റ് 2 വർഷത്തിന് മേലെ പോയി. അപ്പം നമ്മുടെ യൂട്രസിലുണ്ടായ സ്റ്റിച്ച് കാര്യങ്ങൾ എല്ലാം നോർമലായി. നെക്സ്റ്റ് നമ്മൾക്ക് സിസേറിയൻ വേണമെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് അസഹീനമായ വേദനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ അത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും നെക്സ്റ്റ് സിസേറിയൻ ആവണമെന്നില്ല. ഫസ്റ്റ് സിസേറിയൻ ആയത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് സിസേറിയൻ ആയത്. പക്ഷെ നമുക്ക് നെക്സ്റ്റത്തെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നമുക്കത് നോർമൽ ഡെലിവറി പോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഈ ഒരു ടൈം പീരീഡ് ഈ ഒരു 1.5 വർഷത്തോളം നമ്മൾ ഗ്യാപ്പിട്ട് ഈ 1.5 വർഷത്തോളം ടൈം ശരിക്കും വേണ്ടേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ബേബി ഉണ്ടായി, ബേബീനെ ഫീഡിങ്, ബേബീനെ ഒന്ന് ഒരു സെറ്റാക്കി, അല്ലെങ്കിൽ നമ്മുടെ ശരീരമാണെങ്കിലും നമ്മളാണെങ്കിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ വീക്കായിരിക്കും നമ്മുടെ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പോൾ. നമ്മൾ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ തന്നെ നമ്മൾ ബേബിക്ക് ഫീഡ് ചെയ്യണം, ഫുഡ് കൊടുക്കണം. ഈ 2 കാര്യങ്ങളും കൂടി നമ്മൾ ആകെ ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആകെ ഒരു അവസ്ഥയിലായിരിക്കും. നമ്മൾ ബേബിയുടെ കാര്യം നോക്കണം, നമ്മുടെ വയ്യായിക, സ്റ്റിച്ചിൻ്റെ വേദന, ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി നമ്മളൊരു 1.5 വർഷത്തിനുള്ളിൽ ഫ്രീ ആകും. ആ ടൈം എന്ന് പറയുന്നതായിരിക്കും നമ്മൾക്ക് എപ്പോഴും ബെസ്റ്റ് ടൈം നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾക്കൊരു പെട്ടെന്നൊരു പ്രഗ്നൻസി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒപ്പിയിൽ കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ളവർ ഇത് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ വീട്ടിലൊന്നും ഡിസ്കസ് ചെയ്തില്ല, ഞങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു എന്ന് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നവരും ഉണ്ട്. അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡോക്ടർ ഓക്കെയാണ്, ഇതിപ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കൂടുതലും നമ്മൾ കേട്ട് വരാറ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഈ പീരിയഡ്സും കാര്യങ്ങളൊക്കെ റെഗുലറായി വരുന്നതേ ഉണ്ടാവത്തുള്ളൂ. ചിലപ്പോൾ 1 മാസം വിട്ടിട്ടൊക്കെ ആയിരിക്കും അവർക്ക് പീരിയഡ്സ് കിട്ടുന്നത്. സോ ഇവരറിയുന്നുണ്ടാവില്ല അവരുടെ പീരിയഡ്സൊക്കെ മാറിപ്പോയ കാര്യം. ചിലർ 8 ആഴ്ചയിലൊക്കെയാണ് നമ്മുടെ അടുത്ത് വന്ന് സ്കാൻ ചെയ്യുമ്പോൾ, അതായത് 2ാമത്തെ മാസം പീരിയഡ്സ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്യുകയും കാർഡ് ടെസ്റ്റിൽ പോസിറ്റീവ് കാണുമ്പോൾ അവർ ഒപ്പിയിൽ വരികയും ചെയ്യുന്നവർ നമുക്ക് ഒത്തിരി അറിയാം. അവർ വന്നതിന് ശേഷം അവർ നമ്മളോട് പറയുന്നത്, മാം ഇത് ഒട്ടും പ്ലാൻഡ് അല്ല, അല്ലെങ്കിൽ എൻ്റെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആവുന്നതേ ഉള്ളൂ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മാം, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്താ പറയുക, നമുക്ക് ദൈവം തന്നതാണ്, നമ്മൾക്ക് വേറെ യൂട്രസിന് കുഴപ്പമില്ല, നമുക്കിതൊരു സമയം വെച്ചിട്ട് ആ 1.5 വർഷത്തിനുള്ളിൽ നമുക്കിത് ഡെലിവറി ചെയ്ത് 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, യൂട്രസിന് കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി നമുക്ക് അറിയാനാണെങ്കിൽ നമ്മൾക്ക് ആ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അതിലിപ്പം നമ്മൾ വീട്ടിൽ പറയാനൊരു നാണക്കേടായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബന്ധുക്കാരുടെ അടുത്ത് പറയാനൊരു നാണക്കേടായിട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടുതൽ സംശയമായിട്ട്, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട്, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം, വീട്ടിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെന്തോർക്കും ഇവരെന്തോർക്കും, നാട്ടുകാർ, ബന്ധുക്കാർ, ഇവരെന്നൊക്കെ ഓർത്ത് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മൾക്ക് ഫസ്റ്റ് ബേബിക്ക് ഇത്രേ ആയിട്ടുള്ളൂ. അങ്ങനെ വരുന്നവരോട് ഇതിപ്പോൾ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എപ്പോഴും നല്ലത് ഈ 1.5 വർഷം സമയമിട്ടിട്ട് നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ഹെൽത്തി ആയിട്ട്, നമുക്ക് ഹെൽത്തി പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ, ഹെൽത്ത് വൈസ് നമുക്ക് 100% ഓക്കെ ആയിട്ട് നമുക്കൊരു സുഖകരമായി ഫസ്റ്റ് സിസേറിയൻ ചെയ്തവർക്ക് ഒരു നോർമൽ ഡെലിവറി ആവാനുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബോഡീനെ കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി. വേറെ നമ്മളിതിൽ വലിയധികം പറയേണ്ടതൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്താണോ വേണ്ടതെന്ന് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇങ്ങനെയുള്ളവർക്ക്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി പറയണതിൽ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ്
കമൻറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് അടുത്ത വീഡിയോ അതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ബൈ.